മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് സ്നേഹസ്വാഗതം. എൻ്റെ പേര് ശ്രുതി എന്നാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മലയാളമാണ് പഠിപ്പിക്കുന്നത്. അപ്പം മലയാളത്തിലെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. നിങ്ങൾ പുതിയൊരു ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ സ്കൂളിലെ UP ക്ലാസ്സിലെ ഏറ്റവും സീനിയർ സ്റ്റുഡൻ്റ് ആയിട്ട് നിങ്ങൾ മാറിയിരിക്കുന്ന ആ ഒരു പൊങ്ങച്ചവും പവറൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? അതൊക്കെ ഞങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വലിയ കുട്ടികളായി 6ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിലേക്ക് എത്തി എന്നുള്ളത്. എന്ന് തന്നെ ആയാലും കഴിഞ്ഞ വർഷം മാറിയ പാഠപുസ്തകം ഈ വർഷം നിങ്ങൾക്ക് മാറ്റമില്ല. കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ പഠിച്ച അതേ പാഠപുസ്തകം തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എല്ലാ വിഷയത്തിലും അല്ലേ? എങ്കിലും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. USS ഒക്കെ വരുന്നതാണ്. നമ്മളൊക്കെ പല കാര്യങ്ങളായിട്ട് പറഞ്ഞു തരാറുണ്ട് നമ്മുടെ സൈലത്തിൻ്റെ ഓൺലൈൻ ക്ലാസ് ബാച്ചിനെ കുറിച്ചൊക്കെ അല്ലേ? ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് പാഠപുസ്തകം ഒറ്റ നോട്ടത്തിൽ മലയാളത്തിലെ അടിസ്ഥാന പാഠവലിയിലെ പാഠപുസ്തകങ്ങൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പോൾ എനിക്കിതാ അതിനു മുൻപ് ഞങ്ങളുടെ ഓൺലൈൻ ബാച്ച്, നമ്മുടെ ഓൺലൈൻ ബാച്ച് അങ്ങനെ വേണം പറയാം അല്ലേ? നിങ്ങൾ സൈലത്തിൻ്റെ കുട്ടികളാണ് അല്ലേ? അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മക്കളാണ്. സൈലത്തിനൊരു ഓൺലൈൻ ബാച്ച് ഉണ്ട്. 7ാം ക്ലാസ്സിലെ ബാച്ചിൻ്റെ പേരാണ് അവെഞ്ചേഴ്സ് എന്നുള്ളത്. അവെഞ്ചേഴ്സ് ബാച്ചിലേക്ക് ഒരുപാട് സാധ്യതകൾ നിങ്ങൾക്ക് തുറന്നു തരികയാണ് കേട്ടോ അവെഞ്ചേഴ്സ് ബാച്ച്. അപ്പോൾ 2750 രൂപയാണ് 2750 രൂപയാണ് ഒരു വർഷത്തേക്ക് ഇതിനായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടത് അല്ലേ? ഒരു വർഷത്തേക്ക് ഇത്രയും നല്ല ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും, ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ചാപ്റ്റർ വൈസ് എക്സാം, യൂണിറ്റ് വൈസ് എക്സാം ഒക്കെ നടത്തി അടിപൊളി സെറ്റാക്കിയിട്ടേ നിങ്ങളെ വിടുള്ളൂ. കാരണം നിങ്ങൾക്ക് USS പഠനവും കൂടെ ഉണ്ട്. അപ്പോൾ പാഠപുസ്തക പഠനത്തോടൊപ്പം USS പഠനവും സാധ്യമാക്കണം. എങ്ങനെ സാധ്യമാക്കാം? അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ അവെഞ്ചേഴ്സ് ബാച്ചിലെ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും പാഠപുസ്തകങ്ങൾ കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവെഞ്ചേഴ്സ് ബാച്ചിൽ ഈ ഒരു സാധ്യത തുറന്നിട്ടിരിക്കുന്നത്. ഡൗട്ട് ക്ലിയറൻസും എല്ലാം അവിടെ നിങ്ങൾക്ക് ലഭ്യമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ, ജോയിൻ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇപ്പോൾ പരീക്ഷയ്ക്കൊക്കെ പഠിക്കാൻ ഈ ഒരു ബാച്ച് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. പെട്ടെന്ന് സ്കൂളിൽ പരീക്ഷ ആവുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ റിവിഷനൊക്കെ ചെയ്ത് 2-3 എക്സാമൊക്കെ എഴുതി നിങ്ങൾ കോൺഫിഡൻ്റ് ആവും. അപ്പോൾ അതാണ് ടീച്ചർക്ക് പറയാനുള്ളത്. പരീക്ഷയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാം. ഹോംവർക്ക്സ് അല്ലേ? ഹോംവർക്ക്സൊക്കെ ഒരുപാട് ഉണ്ടാകുന്ന സമയത്ത് ഒട്ടും ടെൻഷൻ വേണ്ട. നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരുന്നതും എല്ലാ കാര്യങ്ങളും വെച്ച് ഹോംവർക്ക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ പറ്റും എന്നാണ് ടീച്ചർ ഉറപ്പ് പറയുന്നത്. ഇനി അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡ്. മലയാളം സെക്കൻഡ് ആണ് അല്ലേ? ഇപ്പോഴും കൺഫ്യൂഷനുള്ള പലരും ഉണ്ട്. മലയാളം ഫസ്റ്റ് ആണോ മലയാളം സെക്കൻഡ് ആണോ അടിസ്ഥാന പാഠാവലിന്ന്? മലയാളം സെക്കൻഡ് ആണ്. മലയാളം ഫസ്റ്റ് കേരള പാഠാവലിയാണ് അല്ലേ? കേരള പാഠാവലി എന്നതാണ് മലയാളം ഫസ്റ്റ്. അത് അറബിക്കും സംസ്കൃതവും ഉറുദു ഒന്നും പഠിക്കുന്നവർക്ക് എന്തുണ്ടാവില്ല? മലയാളം ഫസ്റ്റ് പഠിക്കാനുണ്ടാവില്ല. മലയാളം ഫസ്റ്റ് അല്ലേ? മലയാളം ഫസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് മലയാളം സെക്കൻഡിനെ കുറിച്ചാണ്. മലയാളം സെക്കൻഡിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നോക്കാം. ഒട്ടും ടെൻഷനൊന്നും വേണ്ടാത്തൊരു പഠനമാണ് കേട്ടോ. നമുക്ക് അടിസ്ഥാന പാഠാവലിയിൽ പ്രത്യേകിച്ച് മലയാളത്തിലെ മറ്റു വിഷയങ്ങളെക്കാട്ടും മലയാളം കുറച്ചും കൂടി എളുപ്പമാണ്. ചിലർക്ക് കുറച്ച് പ്രശ്നമായിരിക്കും, പക്ഷെ അത് പഠിക്കേണ്ട പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനായിട്ട് ഒരുപാട് സമയമൊന്നും നിങ്ങൾ മാറ്റി വെക്കേണ്ട. ഇത് നോക്കിയേ, നമുക്ക് 3 യൂണിറ്റുകളിലായിട്ട് 9 പാഠങ്ങളാണുള്ളത്. ഒരു യൂണിറ്റിൽ എത്ര പാഠങ്ങളാണുള്ളത് നോക്കിയേ? ഒരു യൂണിറ്റിൽ 3 പാഠങ്ങൾ. അങ്ങനെ നമുക്ക് 3 പാഠങ്ങളാണ്. 3 അല്ലേ? 3 6 6 3 9 പാഠങ്ങൾ. അതിൽ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ ഭാഗം ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് കതിർച്ചൂടും നാടിൻ പെരുമകളാണ്. കതിർച്ചൂടും നാടിൻ പെരുമകളാണ് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ യൂണിറ്റ്. ഒരു നാട്ടിൻപുറം, ഗ്രാമീണത,
കൃഷി, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു യൂണിറ്റാണ്. കൃഷിക്ക് ശേഷമുള്ള വിളവെടുപ്പ് കാലത്തുള്ള കലാരൂപം, അതിനെ പറ്റിയൊക്കെയാണ് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ആദ്യത്തെ പാഠം ഗ്രാമശ്രീകൾ എന്നുള്ളതാണ്. അത് എഴുതിയിരിക്കുന്നത് കടത്തനാട്ട് മാധവി അമ്മയാണ് കേട്ടോ. നല്ല മനോഹരമായൊരു കവിതയാണ്. അതൊക്കെ നമുക്ക് ലൈവ് ക്ലാസ്സുകളിൽ പഠിക്കാം. ഇനിയുള്ളത് രണ്ടാമത്തെ പാഠം കുമ്മാട്ടിയാണ്. ഒരു വിളവെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കലാരൂപമാണ് കുമ്മാട്ടി എന്ന് പറയുന്നത്. മുഖംമൂടിയൊക്കെ വെച്ചിട്ടുള്ള കുമ്മാട്ടിയുടെ വരവിനെ പറ്റിയൊക്കെ നല്ല രസമായിട്ട് നമുക്ക് പഠിക്കാം. രണ്ടാമത്തെ പാഠം കുമ്മാട്ടിയാണ്. ഇനി മൂന്നാമത്തെ പാഠം വിത്ത് എന്ന മഹാത്ഭുതമാണ്. വിത്ത് എന്ന മഹാത്ഭുതം, അത് ചെറുവയൽ രാമൻ എന്ന് പറയുന്ന ഒരു കർഷകനുണ്ട്. രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങളിലൊന്നായ പത്മശ്രീയൊക്കെ കിട്ടിയിട്ട് ആദരിച്ച ഒരു വ്യക്തിയാണ് ചെറുവയൽ രാമൻ എന്ന് പറയുന്ന കർഷകൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് വിത്ത് എന്ന മഹാത്ഭുതം. ഈ 3 പാഠങ്ങളാണ് നമുക്ക് ആദ്യ ടേമിൽ, അതായത് ഓണപരീക്ഷ വരെ നമുക്ക് പഠിക്കാനുണ്ടാവുക. പിന്നെയുള്ള 3 പാഠങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. രണ്ടാമത്തെ യൂണിറ്റിലുള്ള സ്നേഹസുന്ദര പാതയിലൂടെ, സ്നേഹവും സുന്ദരവും അല്ലേ, സ്നേഹസുന്ദരമായ പാത എന്ന് പറഞ്ഞാൽ വഴിയാണ്. മനോഹരമായ വഴിയിലെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, സ്നേഹവും സൗന്ദര്യവും എല്ലാം ചേർന്ന പാതയിലൂടെ നടന്നു പോകുമ്പോൾ അതിനൊരു മനോഹാരിതയുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ പാഠം ഫാത്തിമത്തുരുത്താണ്. കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം എന്ന് തുടങ്ങുന്ന ഒരു കവിതയാണ് കുരീപ്പുഴ എഴുതിയ. അപ്പോൾ രണ്ടാമത്തതും ഒരു കവിതയാണ്. പ്രകാശ് ചന്തളം എന്ന് പറയുന്ന ഒരു ഗോത്ര കവി എഴുതിയ കാട് ആരത് എന്ന് പറയുന്ന ഒരു ഗദ്യ കവിത. ഈ ഫാത്തിമത്തുരുത്ത് ചൊല്ലാനാവുമെങ്കിൽ, ഈണത്തിൽ ചൊല്ലാനാവുമെങ്കിൽ കാട് ആരത് ഒരു ഗദ്യ കവിതയാണ്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ ഇതാണ് കവി കേട്ടോ, പ്രകാശ് ചന്തളം എന്ന് പറയുന്ന കവി. നല്ല രസമാണ്. പിന്നെ ഉള്ളത് ഒരു ചെറുകഥ അല്ലേ, കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാം എന്ന് പറയുന്ന ഒരു കഥയാണ് പഠിക്കാനുള്ളത്. അക്ബർ കക്കട്ടിലാണ്, മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരനായ അക്ബർ കക്കട്ടിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അത് രസമാണ്. ഒരു പൂച്ച കിണറ്റിൽ വീണതും അതിനെ കരയ്ക്ക് കയറ്റുന്നതുമായിട്ടുള്ള രസകരമായൊരു സംഭവമാണ്. ഇനി മൂന്നാമത്തെ യൂണിറ്റ് തിരമുറിച്ച് കനവ് നെയ്തവർ. ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടവരെ കുറിച്ചുള്ള കുറച്ച് കഥകളാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. കഥയും കവിതയുമായിട്ട് നമുക്ക് പ്രളയമൊക്കെ വന്നപ്പോൾ, കൊറോണയൊക്കെ വന്നപ്പോൾ നമ്മൾ അതിജീവിച്ചില്ലേ, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ യൂണിറ്റ് തിരമുറിച്ച് കനവ് നെയ്തവർ. അതിലെ പാഠങ്ങൾ 1 നാളത്തെ പൊന്മാൻ എന്ന് പറയുന്ന ഐമനം ജോൺ എഴുതിയ ഒരു കഥയാണ്. ഇനി കൈകോർത്തവർ പറഞ്ഞത് എന്ന് പറയുന്ന സച്ചിദാനന്ദ മാഷിൻ്റെ പ്രളയാവസാനം എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ മറ്റൊരു കവിതയാണ്. അപ്പോൾ പ്രളയം വന്നതിന് ശേഷം എങ്ങനെ അതിജീവിച്ചു എന്നുള്ളതാണ്. സച്ചിദാനന്ദ മാഷാണ് അത് എഴുതിയിരിക്കുന്നത്. പിന്നെ അവസാനത്തെ ഇല എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു കഥയാണ്. അത് എഴുതിയിരിക്കുന്നത് അമേരിക്കൻ സാഹിത്യകാരനായ വില്യം സിഡ്നി പോട്ടർ. അദ്ദേഹമാണ്. ഒ ഹെൻറി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ തൂലിക. അപ്പം ഒ ഹെൻറി എഴുതിയ അവസാനത്തെ ഇല ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 9 പാഠങ്ങൾ മലയാളം സെക്കൻഡിൽ. ഇതുപോലെ ഓരോരുത്തരും നിങ്ങൾക്ക് വന്ന് പരിചയപ്പെടുത്തി തരും കേട്ടോ എന്താണ് പഠിക്കാനുള്ളതെന്ന്. ഈ ടീച്ചർക്ക് പറയാനുള്ളത് ഇതെല്ലാം പറഞ്ഞു തരാൻ സൈലം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, നമ്മൾ പഠിക്കുന്നതിന് മുൻപ് എന്തൊക്കെയാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവുകയാണ്. കൃത്യമായിട്ടുള്ള ഐഡിയ വെച്ചിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുമ്പോഴാണ് USS എന്ന കടമ്പയിലേക്കും, അതുപോലെ 7ാം ക്ലാസ്സിൽ നിന്ന് ഇനി അങ്ങ് പാസ്സാക്കി വിടില്ല അല്ലേ, കൃത്യമായിട്ട് നല്ല മാർക്കുള്ള ജയിക്കേണ്ട മാർക്കുള്ളവരെ മാത്രമാണ് മുന്നോട്ട് പാസ്സാക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ വിജയിക്കാൻ വേണ്ടി മാത്രമല്ല, പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമല്ല ടീച്ചർ പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ പേഴ്സണലി എല്ലാ അഭിപ്രായം പറയുകയാണേ. എനിക്ക് നിങ്ങൾ മലയാളം ഞാൻ പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ ഒരുപാട് മൂല്യങ്ങൾ, അതുപോലെ ക്വാളിറ്റീസ് ഇതൊക്കെ നേടിയെടുക്കണം, ഭാഷയെ അറിയണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കവിതകളും കഥകളും അല്ലേ പഠിക്കുന്ന കൂടാതെ അതിലപ്പുറത്തേക്കുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ സൈലത്തിൻ്റെ കൂടെ ഉണ്ടാവുക. ഇതുപോലെ ഓരോ ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. എല്ലാവരും നമ്മുടെ സൈലത്തിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിലേക്ക് വന്ന് കയറുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.